സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമേതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. രണ്ട് കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ നാമം, അവിടുത്തെ തിരുനാമം വിളിച്ച് സ്തുതിച്ചുണരാൻ നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ചാരാധിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം കൊണ്ട് നമുക്കെല്ലാവർക്കും നിറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, 1000 ആരാധന സ്തുതിഗീതകൾ അങ്ങേക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരും ഇരു കരങ്ങളും നന്നായി ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് സ്തുതിച്ച് അനവരതം അനവരതം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ ആരാധന. എല്ലാവരും യേശുവേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. കർത്താവിനെ വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമുക്കറിയാം, ഓരോ ദിവസവും ഈ മഹനീയമായ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിലൂടെ നമ്മളെ എല്ലാവരെയും കർത്താവ് എത്രയോ അധികമായിട്ടാണ് അനുഗ്രഹിക്കുന്നതെന്ന്. ഇന്ന് കർത്താവ് ഈശോ മിശിഹാ നമുക്ക് നൽകുന്ന ദൈവവചനം ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. നമ്മുടെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിക്കുന്ന വചനമാണെന്നോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വചനം ശ്രദ്ധയോടെ ശ്രവിക്കാം. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹാ ഏതാനും ചില ശക്തമായ ആത്മീയ കാര്യങ്ങൾ, ആത്മീയമായ സന്ദേശങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: പ്രാർത്ഥനയുടെ ശക്തി
എത്രയോ വലുതാണ് എന്ന്. ഇതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വചനഭാഗത്തിൻ്റെ ആകത്തുകയെന്നോ ആത്മീയ മർമ്മമെന്നോ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയുടെ ശക്തി അത് എത്രയോ വലുതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനത്തിലൂടെ നമുക്ക് കർത്താവ് വ്യക്തമായി പറഞ്ഞു തരുന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, സന്ദേശങ്ങളാണ് ഈ വചനത്തിലൂടെ ഇന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രാർത്ഥനയുടെ ശക്തി നോക്കുക പ്രിയപ്പെട്ടവരെ. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയല്ലേ, ജോഷുവ പ്രാർത്ഥിച്ചു, സൂര്യ നീ അവിടെ നിൽക്ക്, ചന്ദ്ര അവിടെ നിൽക്ക്. ചരിത്രത്തിൽ അതിന് ശേഷവും അതിന് പിൻപും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊരു അത്ഭുതകരമായ സംഭവം. സൂര്യനും ചന്ദ്രനും അനേകം മണിക്കൂറുകൾ അനങ്ങാതെ നിന്നിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു സംഭവമാണ് ഈ ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ചോദിച്ചാൽ സൂര്യനെയും ചന്ദ്രനെയും പോലും പിടിച്ചു നിർത്താനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. അതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യനും ചന്ദ്രനും ഒരു ദിവസം മുഴുവനും ഇങ്ങനെ അനങ്ങാതെ നിന്നു. ആ 10-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജോഷുവ എന്ന മനുഷ്യൻ കർത്താവിൽ എന്തുമാത്രം വിശ്വസിച്ചു, എന്തുമാത്രം ആശ്രയിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് എത്രയോ അധികമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അപ്പോൾ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് സൂര്യനെയും ചന്ദ്രനെയും വരെ പിടിച്ചു നിർത്താനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന്. ഇനിയൊന്ന് ഓർത്തു നോക്കി, ഈ ജോഷുവ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിലോ എന്തുമാത്രം ശക്തിയുണ്ട്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി തീർന്നാണ്. നമുക്ക് സൂര്യനെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ടോ? ചന്ദ്രനെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ടോ? എന്തിനാ വെറുതെ ഒരു ആട്ടിൻകുറ്റി ഇങ്ങനെ ഓടിപ്പോകുമ്പം അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് പോലും നമുക്കില്ല. ഒരു പോത്തിനെയോ ഒരു ആനയെയോ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരുത്ത്, അത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ ഒരു യന്ത്രത്തിനോ ഒരു ഉപകരണത്തിനോ ഇല്ലാത്തത്ര കരുത്താണ്. നമ്മളൊക്കെ ഈ കരുത്തിനെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചില ഹെലികോപ്റ്ററുകൾക്ക്, ചില വലിയ വിമാനവാഹിനി കപ്പലുകൾക്ക് എന്തുമാത്രം വെയിറ്റ് എടുത്താലും അത് താഴ്ന്നു പോകാത്ത വിധത്തിൽ അതൊക്കെ വലിച്ചുകൊണ്ട് പോകാനുള്ള കരുത്തുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചില ട്രെയിനുകൾ, ഇങ്ങനെ ഒത്തിരിയേറെ യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീനറീസിന്. പക്ഷേ ഇവയ്ക്കൊന്നിനും സൂര്യനെയോ ചന്ദ്രനെയോ പിടിച്ചു നിർത്താനുള്ള കരുത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, കരുത്തുള്ള ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർത്തും ദുർബലരായ നമ്മൾ ഓരോരുത്തരും ശക്തിമാന്മാരായി തീരുന്നത് എപ്പോഴാണ്? അത് പ്രാർത്ഥന കൊണ്ട് ജീവിതം നിറയ്ക്കുമ്പോഴാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, കൊടും സഹനവേളയിലും അടിപതറി പോകാതിരിക്കാൻ കർത്താവ് യേശു മിശിഹായ്ക്ക് സാധിച്ചത്, ആ കരുത്ത് കിട്ടിയത് പ്രാർത്ഥനയിലൂടെയാണ്. മോശയെ ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര ദുർബലനായ മനുഷ്യനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളുമൊക്കെ അങ്ങേയറ്റം ദൗർലഭ്യങ്ങളുള്ള ഒരു മനുഷ്യൻ, ദുർബലനായൊരു മനുഷ്യൻ. കോപം, അരിശം, ദേഷ്യം, വൈരാഗ്യം, പിന്നെ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് കൊലപാതകി, അങ്ങനെ എല്ലാ തരത്തിലും തരിപ്പണമായി തീർന്ന വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു മോശ. എന്നാൽ
പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ആ മനുഷ്യനെ പേര് വിളിച്ച് അതിനായിട്ട് ഒരുക്കിയെടുത്ത് പ്രാർത്ഥനയുടെ പാതയിലൂടെ നയിച്ചു. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ മോശ എങ്ങനെയുള്ള ആളായിത്തീർന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ, ഇങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് മുഖത്തോട് മുഖം നോക്കി നിന്ന് സംസാരിക്കാൻ മാത്രം അഭിഷേകം കിട്ടിയ അനുഗ്രഹമുള്ള വ്യക്തിയായി തീർന്നില്ലേ മോശ? സീനായ് മലയിൽ 10 കൽപ്പനകൾ പിതാവായ ദൈവത്തിൽ നിന്നും വാങ്ങാനായിട്ട് പോയപ്പോൾ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം ഇടിമുഴക്കത്തോടെയുള്ള ശബ്ദത്തോടെ മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് പ്രത്യക്ഷനായില്ലേ? അങ്ങനെ ദൈവത്തിൻ്റെ മുഖം പോലും കാണാൻ തക്ക അഭിഷേകമുള്ള അനുഗ്രഹമുള്ള വ്യക്തിയായി തീർന്നു മോശ. ഒറ്റ കാര്യമാണ്, ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് 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 ശക്തി നേടി, അനുഗ്രഹം നേടി, അഭിഷേകം നേടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞു തരുന്ന ഇതാണ്: നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാവുക. ഈ ലോകത്തിന് ഏത് ശക്തിയെയും മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം പോലും അങ്ങനെയുള്ള മനുഷ്യരെ അനുസരിക്കും. ഇതാണ് അടുത്തതായിട്ട്. ജോഷുവയെ ദൈവം അനുസരിച്ചില്ലേ? ജോഷുവ പറഞ്ഞതുപോലെ ഇതാ സൂര്യനെ ചന്ദ്രനെ ദൈവം പിടിച്ചു നിർത്തി, അനങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ശക്തിയാണ്, ദൈവം പോലും ആ മനുഷ്യനെ കേൾക്കും, അനുസരിക്കും. അബ്രാഹത്തെ ദൈവം അനുസരിച്ചില്ലേ? യോന പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് ആ ദേശത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ദൈവം അനുസരിച്ചില്ലേ, നിന്നുകൊടുത്തില്ലേ? ഇതാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശക്തി നേടുമ്പോൾ നമ്മുടെ സങ്കട സമയങ്ങളിൽ ആവശ്യമായ ഏത് കാര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇതുപോലെ തീഷ്ണതയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജോഷുവയെ സംബന്ധിച്ച് അന്ന് കർത്താവിൻ്റെ സാന്നിധ്യം, ഈശോ കൂടെ ഉണ്ടാവുക അതിപ്രധാനമായിരുന്നു. അതുകൊണ്ട് ജോഷുവ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൂടെ നിന്നു അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വിജയം നൽകാനായിട്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ അത് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. എനിക്കും നമുക്കോരോരുത്തർക്കും ദൈവത്തിൻ്റെ ശക്തി കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇങ്ങനെ അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്ന് ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് പറഞ്ഞു തരുന്നത്. 1, നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തി നേടുക. 2, അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഈ പ്രപഞ്ചത്തിലെ എന്തിനേക്കാളും ശക്തിയുള്ള വ്യക്തികളായിത്തീരും നമ്മൾ ഓരോരുത്തരും. 3, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം പോലും അനുസരിക്കും. ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് പോലും നിന്നു തരും. 4, നമ്മുടെ ഏത് ആവശ്യ സമയങ്ങളിലും കർത്താവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മക്കളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ജോഷുവയെ പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിത്തീരാം. ഉള്ളിലുള്ള സകല നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കുക. 2 കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് ഉറക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയും. വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഉള്ളും മുഴുവൻ പൊള്ളുന്ന അനുഭവങ്ങളുമായിട്ട് കടന്നു വരുന്നിട്ട് എല്ലാ മക്കളെയും കർത്താവിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനയിൽ ഞങ്ങൾ വളർത്തണമേ. ഉള്ളിലുള്ള സങ്കടങ്ങൾ വേദനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, 2 കൈകളും നന്നായി ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് യേശുവേ
കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച എല്ലാവരും ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. നമുക്ക് കൈകൾ കൂപ്പാം. ജോഷുവ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചില്ലേ? ജോഷുവ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ അങ്ങ് സൂര്യനെയും ചന്ദ്രനെയും ഈ ഒരു ദിവസത്തേക്കൊന്ന് പിടിച്ചു നിർത്തണം. എങ്കിൽ മാത്രമേ അങ്ങയുടെ ജനമായ അങ്ങയുടെ മക്കളായ ഇസ്രായേൽക്കാര് രക്ഷ പ്രാപിക്കുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് പിതാവായ ദൈവമേ, അങ്ങ് സൂര്യചന്ദ്രന്മാരെ ഒരു ദിവസം അനങ്ങാതെ പിടിച്ചു നിർത്തിയെങ്കിൽ എൻ്റെ പൊന്നു തമ്പുരാനെ, ഇന്നിതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ. ജോഷുവയുടെ ജീവിതത്തിലുണ്ടായിരുന്ന വിശ്വാസം പോലെയുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെങ്കിൽ മാത്രമേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർപ്പുണ്ടാവുകയുള്ളൂ. മക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാവുകയുള്ളൂ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന്, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷ കിട്ടാനായിട്ട് കർത്താവെ, ജോഷുവയുടെ പ്രാർത്ഥന കേട്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ കൈക്കൊള്ളണമേ. യേശുവേ എന്ന് മക്കളെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പൊള്ളുന്ന അനുഭവങ്ങളായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് വന്നുകൊള്ളുക. ജോഷുവ വന്നില്ലേ? ആ വലിയ ആവശ്യ നേരത്ത് ജോഷുവ കർത്താവിനെയാണ് ആശ്രയിച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റത്തെ ആവശ്യങ്ങളുടെ സമയത്ത്, നിയോഗങ്ങളുടെ സമയത്ത് ഉള്ളു പൊള്ളുന്ന വേദനയുമായിട്ട് നമുക്കും കടന്നു വരാം. എന്നിട്ട് രണ്ട് കൈകളും ഉയർത്താം. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളും. ജോഷുവയുടെ പ്രാർത്ഥന കേട്ടതുപോലെ ഈശോ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹിക്കും. കരമുയർത്തി, സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച എല്ലാവരും ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. കൈകൾ കൂപ്പുക. കർത്താവേ, ഇതാ ജോഷുവ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അങ്ങേക്ക് വിട്ടു തന്നുകൊണ്ട് ഈശോയെ, എത്രമാത്രം കുടുംബങ്ങളാണ് ജോഷുവ അഭിമുഖീകരിച്ചതുപോലെയുള്ള വലിയ പ്രതിസന്ധികൾ മുന്നിൽ വന്നിട്ട് അതിനെ ഒന്ന് തരണം ചെയ്യാൻ പറ്റാതെ അങ്ങേ മാത്രം ആശ്രയിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, കടബാധിത ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കടബാധിത മൂലം ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് കർത്താവെ ഇന്ന് വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും കഷ്ടപ്പെടുന്നതും. എൻ്റെ പൊന്നു തമ്പുരാനെ, അവരെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, ജോഷുവ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പ്രതിസന്ധിയെ, കടബാധിതയാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഓരോ കുടുംബങ്ങളെയും അങ്ങ് രക്ഷിക്കണമേ, അങ്ങ് കൂടെ വരണമേ, അവരെ രക്ഷയിലേക്ക് നയിക്കണമേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളിലേക്കും സകല വ്യക്തികളിലേക്കും കർത്താവെ അങ്ങ് വരണമേ, അങ്ങ് വന്ന് രക്ഷിക്കണമേ. മക്കളെ, നമുക്ക് രണ്ട് കൈകളും ഉയർത്താം, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് എന്തുമാത്രം ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയേറെ ഉറക്കെ ഒരുമിച്ചൊന്ന് കർത്താവിനെ വിളിച്ചുകൊള്ളുക. കർത്താവിന്റെ നാമം വിളിക്കട്ടെ. ശക്തി പ്രാപിക്കാം, നമുക്ക് ശക്തി പ്രാപിക്കാം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ദുർബലരാണ്, നമ്മളൊക്കെ ശക്തിയില്ലാത്തവരാണ്, ക്ഷയിച്ചു പോകുന്നവരാണ്. പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കാം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് നൽകും.
കരമുയർത്തി വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. ഒരുമിച്ച് വിളിച്ചുണരാം. യേശുവേ, ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച എല്ലാവരും ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. മക്കളെ, നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവിൻ്റെ പക്കലേക്ക് ജോഷുവ പ്രാർത്ഥിച്ച പോലെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ജോഷുവ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം പോലും അനുസരിച്ചില്ലേ, നിന്നു കൊടുത്തില്ലേ? ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഉറപ്പായും വിശ്വസിച്ചോ, ഉറപ്പായും വിശ്വസിച്ചോ. ഇന്ന് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ജോഷുവയെ ഈശോ പിതാവായ ദൈവം അനുസരിച്ചില്ലേ? എങ്കിൽ ഇന്ന് ജോഷുവയുടെ വിശ്വാസം പോലെയുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് നിയോഗമാകട്ടെ, കടബാധയാകട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, പരീക്ഷാ വിജയത്തിന് വേണ്ടിയാകട്ടെ, ഒരു ജോലിക്ക് വേണ്ടിയാകട്ടെ, ഏത് നിയോഗത്തോടെ പ്രാർത്ഥിച്ചാലും ആ നിയോഗം കർത്താവ് നിറവേറ്റി തരും. അത്രയേറെ വിശ്വാസത്തോടെ രണ്ട് കൈകൾ ഉയർത്താൻ, നമുക്ക് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അവിടുന്ന് നിന്ന് തരും. എന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ തീർച്ചയായിട്ടും അവിടുന്ന് അനുഗ്രഹിക്കും. കരമുയർത്തി വിളിക്കുക, സ്വരമുയർത്തി വിളിക്കുക. യേശുവേ എന്ന് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തിക്കൊണ്ട് ഉള്ളാകെ പൊള്ളുന്ന കനലുമായി നിൽക്കുന്ന ഞങ്ങളെ കർത്താവേ കാണണമേ. മക്കളെ, കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ഈശോ കാണുന്നുണ്ട്. ആ കർത്താവ് ഇതാ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തിരുമനസ്സാകുന്നു. ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും. നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഇരു കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഇരു കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സ്തുതി